അയാൾ അങ്ങനെ ഈ ശ്യാമനെയും തെരഞ്ഞിട്ട് ഈ രാധികയെ ആ വിച്ചു എന്ന് പറയുന്ന ചെറുക്കനും കൂടിയിട്ട് അവിടെ മൊത്തം അരിച്ച് പെറുക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ കൊണ്ടുപോകണം, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ഈ പോകുന്ന ആ വഴിയിൽ ഈ ശ്യാമ ഈ രാധികനെ അങ്ങ് കാണാണ്. അവർ പുറത്തുകൂടെ അങ്ങനെ നോക്കുന്ന സമയത്തുണ്ടാകും രാധികയും ആ വിച്ചുവും കൂടി അങ്ങനെ നടന്നു പോകുന്നത്. ആ ഒരു കാഴ്ച കാണുമ്പോൾ ഈ ശ്യാമ ഉറക്കെ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ അങ്ങ് വിളിക്കുകയാണ്, മോളെ എന്നങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് രാധിക അങ്ങ് കേൾക്കുന്നുണ്ട്, അമ്മ വിളിച്ച ആ ഒരു സൗണ്ട് എന്തായാലും അവളങ്ങ് കേൾക്കുകയാണ്. അപ്പോൾ അവളങ്ങ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ജനലിന് അരികിൽ ഇങ്ങനെ ആരോ കൈയിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഒരു കാഴ്ച അവൾ കാണുന്നുണ്ട്. പക്ഷെ മുഖമൊന്നും കാണുന്നില്ലെങ്കിലും അവളങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ആ ഒരു റൂമിനടുത്തേക്ക് അങ്ങ് ഓടുകയാണ്. അവളങ്ങ് അടുത്തെത്തുന്ന സമയത്തേക്കും അവിടെ ആ ഒരു റൂമിലേക്ക് കുറച്ച് നഴ്സുമാരൊക്കെ വന്നിട്ട് ഈ ശ്യാമനെയും അമൃതേടത്തിനെയും അവിടെ നിന്ന് അങ്ങ് വാ പൊത്തി പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണ്. അവിടെ നിന്ന് അങ്ങ് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ ജനവാതിൽ രണ്ടും അങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് അങ്ങ് കടന്ന് ചെല്ലാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സെക്യൂരിറ്റിമാരും നഴ്സുമാരൊക്കെ വന്നിട്ട് ഇവർ രണ്ടുപേരെ അങ്ങ് പിടിച്ച് പുറത്താക്കണം, ഇവിടുന്ന് പോകാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് എൻ്റെ അമ്മയാണത്, ഞാൻ ഇവിടുന്ന് പോവില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര ബഹളം വെച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ നഴ്സുമാരും ആ ഒരു സെക്യൂരിറ്റിമാരും ഇവളെ സമ്മതിക്കുന്നില്ല. ഇവർ ബലമായിട്ട് അവളെ അങ്ങ് പുറത്താക്കാൻ നോക്കുന്നു. ഇവളാണെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല. ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ സൂര്യയും വരുണവും കൂടിയിട്ട് ഈ ഡോക്ടറിനെ പഞ്ഞിക്കിടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും തല്ലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയും തല്ലുന്ന സമയത്ത് ഈ രാധികയാണെങ്കിൽ അമ്മയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷേ ഈ നഴ്സുമാരും ആ ഒരു സെക്യൂരിറ്റിയും കൂടി ഒരു റൂമിലേക്ക് അവർ രണ്ടുപേരെ ഇട്ട് അങ്ങ് അടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധിക ആ റൂമിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്, വീണ്ടും തിരഞ്ഞങ്ങ് നോക്കുകയാണ്. അപ്പോൾ തിരഞ്ഞ് നോക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഇവിടെയാണെങ്കിൽ ഈ ഡോക്ടർ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ നന്നായിട്ട് വരുണിനും ഈ സൂര്യക്കും വേണ്ടി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. സൂര്യയും വരുണും ഒരുമിച്ച് ഈ ഡോക്ടർക്ക് ഇട്ട് നന്നായിട്ട് തല്ലുന്നുണ്ട്. അവസാനത്തിൽ ഈ രാധിക തിരഞ്ഞ് ഈ ഡോക്ടറുടെയും ഈ വരുണും കൂടി തല്ലുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നൊക്കെ ഉണ്ട്. അമ്മനെ കാണുന്നുമില്ല. അവർ ആ സമയം കൊണ്ട് തന്നെ അമ്മനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ സൂര്യൻ വരുണും കൂടിയിട്ട് ഈ ഡോക്ടറിനെ അങ്ങ് തല്ലി വീഴ്ത്താണ്. അപ്പോൾ അയാൾ അങ്ങ് താഴെ വീഴുന്ന സമയത്ത് വരുണ് ഈ ഡോക്ടറുടെ കൈക്കിട്ട് അങ്ങ് ചവിട്ടുന്നുണ്ട്. എങ്ങനെ ഈ അമൃതേടത്തിന് അയാൾ ചവിട്ടി അതുപോലെ തന്നെ ഈ വരുണ് ഈ ഡോക്ടർക്ക് ഇട്ട് അങ്ങ് ചവിട്ടാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, എടോ താൻ ഇവിടെ ഒരുപാട് അസുഖക്കാരെ ഇങ്ങനെ കഷ്ടപ്പെട്ടി, ഒരുപാട് ആളുകളെ നിൻ്റെ കാൽക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുക്കി നീ ഇവിടെ ഭരിച്ചതല്ലേ, ഇനി അവരെ എല്ലാവരും ഞങ്ങളങ്ങ് മോചിപ്പിക്കാൻ പോവാണ്, നിൻ്റെ കളി ഇതോടുകൂടി നിർത്താൻ പോവുകയാണ് ഞങ്ങൾ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും അങ്ങ് തല്ലി കഴിഞ്ഞതിന് ശേഷം ഇവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഒരുപാട് ക്രൂരതകളെ കാണിച്ചത്, ഇന്നത്തോടു കൂടി അതൊക്കെ അവസാനിക്കും എന്നൊക്കെ അങ്ങനെ പറയാണ്. ആ സമയം കൊണ്ട് അവിടേക്ക് അങ്ങ് പോലീസ് വരുന്നുണ്ട്. പോലീസ് ഒരു സിയും കുറച്ച് പോലീസുകാരും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇയാൾ വേഗം കയറി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ അങ്ങനെ ചോദിക്കാനും. അപ്പോൾ ഈ വരുണും ഈ സൂര്യൻ കൂടിയിട്ട് ഇയാളോട് അങ്ങ് പറയുന്നുണ്ട്, സാർ ഇവിടെ ഇയാൾ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര ക്രൂരതകളാണ്, ഇത് മെൻ്റൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പീഡനങ്ങളാണ് ഇവിടെയുള്ള രോഗികളോടൊക്കെ ഇയാൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്, ഞങ്ങളിവിടെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധികയും പറയുന്നുണ്ട്, സാർ ഞാൻ എൻ്റെ അമ്മനെ ഇവിടെ കണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് സൂര്യ പറയുന്നുണ്ട്, സാർ ഇവളുടെ അമ്മ എന്ന് പറയുന്നത് പ്രശസ്തിയായിട്ടുള്ള ഗായിക ശ്യാമയാണ്, അവരെയാണ് ഞങ്ങൾ ഇവിടുന്ന് കണ്ടത്, അവരെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്, അവരെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ വരുണും സൂര്യയും കൂടിയിട്ട് ഇങ്ങനെ ഇയാളോടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങളിത് കണ്ടതാണ്, അവരെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സിയ ഇതൊന്നും കേൾക്കാതെ എന്തായാലും നിങ്ങളെല്ലാവരും പുറത്തിറങ്ങുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സൂര്യക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പോലീസാണ്, ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ലോകം മൊത്തം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലോക പ്രശസ്തിയായിട്ടുള്ള ശ്യാമയുടെ തിരോധാനം അവർ ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്താ ഇതൊന്നും നോക്കാത്തത്, ഇവിടെ അന്വേഷിക്കാത്തത് എന്നൊക്കെ ഈ പോലീസിനോട് അങ്ങ് ചോദ്യം ചെയ്യാണ്. അപ്പോൾ ഈ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, ഉണ്ട് സർ, തെളിവുണ്ട്, ഞാൻ എൻ്റെ അമ്മ എന്നെ മോളേന്ന് വിളിച്ചത് ഞാൻ കേട്ടതാണ് എന്നുള്ള കാര്യം അവളങ്ങ് പറയുന്നുണ്ട്. ആ സമയത്ത് മാത്രമല്ല, ഇവന് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചെറുക്കനാണ്, ഇവനെ ഇവിടെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ഇവനെ ഞങ്ങൾ ഒരു ദിവസം കാണാൻ വന്ന സമയത്ത് ഇവൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, എന്നെ പോലെയുള്ള ഒരു ചേച്ചി ഇവിടെ ഉണ്ടെന്ന്, എൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്നെ പോലെ തന്നെയാണ്, അതുകൊണ്ട് ഇവൻ പറഞ്ഞതാണ് അവൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാർ ഇവിടെയോട് അങ്ങ് കയർത്തങ്ങ് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ ഭ്രാന്ത്
ഭ്രാന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മാനസിക അസ്വസ്ഥതക്ക് ചികിത്സിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ തെളിവ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയത്, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ CI ഇവർ പറയുന്നൊന്നും കേൾക്കാതെ അവരെ 3 പേരെ ഇവിടെ നിന്ന് അങ്ങ് ആട്ടി ഓടിക്കാൻ നിൽക്കണം. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, സർ നിങ്ങൾ എന്തു അപമര്യാദയിലാണ് ഈ പെരുമാറുന്നത്, ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും നിങ്ങൾക്ക് എന്താ ഒന്നും തയ്യാറാവാത്തത് എന്നൊക്കെ അങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഈ കുട്ടിയെ വെച്ചിട്ടാണ് നിങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നത്, ഇതൊരു മാനസിക രോഗം ഉള്ള ആളുകളുടെ ഒരു ഹോസ്പിറ്റലാണ്, ഇവിടെയുള്ള ആളുകൾക്ക് നിങ്ങളിങ്ങനെ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, സർ ഞാൻ നല്ല മാന്യതയോടെ കൊണ്ട് നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത്, നല്ല അന്തസ്സോടെ മാന്യതയോടെ നല്ല നീറ്റായിട്ട് ഇവിടെ ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ സമയത്ത് ഇന്ന് ഇവർ ഈ നിൽക്കുന്ന ആൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇവർ 2 പേരും ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഞാനാണെങ്കിൽ ഇയാളെ ചികിത്സിക്കാമെന്ന് ഇവിടുന്ന് പറഞ്ഞു ചെയ്തതാണ്, എന്നിട്ടും ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇവിടെ എനിക്ക് ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ ഈ ഒരു ബഹളമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കും, ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ, ഇവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോക്കിത്താ, ഞാനിവിടെ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൻ അങ്ങ് നല്ല പിള്ള ചമയാണ് ഈ ഡോക്ടർ. ആ സമയത്ത് വരുന്ന ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് ഇയാളോട്, നീ ആരാണെന്ന് ഞങ്ങൾ എന്തായാലും പുറത്ത് കാണിക്കും, നിന്റെ കളി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും എന്നൊക്കെ അങ്ങനെ ഈ വരുണ് പറയുന്നുണ്ടെങ്കിൽ ആ CI ഇവരെ 3 പേരോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇതൊരു മാനസിക ഹോസ്പിറ്റലാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം വെക്കരുത്, ഇറങ്ങിപ്പോ, എന്തായാലും ഞങ്ങളിത് അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കണം. ആ സമയത്ത് വരുണ് പറയുന്നുണ്ട്, ഇല്ല സർ ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഇവിടുന്ന് ശ്യാമ മാഡത്തിനെ ഇവിടെ നിന്ന് കണ്ടേ ഞങ്ങൾ പോകുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നങ്ങ് വാശി പിടിക്കണം. അപ്പോൾ CI ബലമായിട്ട് അവരെ അങ്ങ് തള്ളി അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങ് പുറത്താക്കാണ്. അവൻ പുറത്തിറങ്ങിയതിന് ശേഷം ഈ വരുണും രാധികയും അതുപോലെ തന്നെ ഈ സൂര്യയും കൂടിയിട്ട് പുറത്ത് നിന്നിട്ട് ഈ ഡോക്ടർക്ക് അങ്ങ് വിളിക്കുന്നുണ്ട്, എടോ നിൻ്റെ കളിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ അവസാനിക്കും, നിൻ്റെ ഈ സ്ഥാപനം തന്നെ ഞങ്ങൾ പൂട്ടിക്കും, അല്ലെങ്കിൽ നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോകാൻ നിൽക്കണം, ഞങ്ങളിപ്പം പോകുന്നത് ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഈ CI ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ഇവർ കുറച്ച് പ്രശ്നക്കാരനാണല്ലോടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, പ്രശ്നക്കാരായിക്കോട്ടെ, അവർക്കുള്ള പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഈ വരുണും രാധികയും സൂര്യയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മാനസിക ആരോഗ്യ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് കേസ് വരെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇപ്പോൾ പോകാം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇവർ 2 പേരും രാധികനോട് പറയുന്നുണ്ട്, രാധിക ഇനി ഇങ്ങനെ ടെൻഷൻ ആവണ്ട, നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരാനാണ്, അതുകൊണ്ട് വാ നമുക്കിപ്പം പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ നേരെ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, തൻ്റെ 2 ആളുകളെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനം തന്നെ ഇവർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയണേ. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല സർ എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാണ്, ഇങ്ങനെ 3 പേര് വന്നതും ഭ്രാന്തായി കൊണ്ടുവന്നതും അവരിവിടെ നിന്ന് ഉണ്ടാക്കിയ ബഹളങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ശ്യാമ ഉണ്ടെന്നൊക്കെ പറഞ്ഞതും പോലീസുകാർ വന്ന കാര്യം എല്ലാ കാര്യങ്ങളും ഈ ചന്ദ്രശേഖരനോട് അങ്ങ് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല സർ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്യാമയും അമൃത അവിടെ സേഫ് അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ അവർ ഇവിടെ ഒരു സംരക്ഷിക്കാൻ ഒളിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് അവർ പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, പുറം ലോകത്ത് അവർ മരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒരിക്കലും അവർക്ക് ആർക്കും ഇവർ 2 പേരും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇതിലും വലിയ കേസുകളൊക്കെ ഇവിടെ ഒളിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ നീ പേടിക്കന്നെ വേണ്ട, അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെ നീ ഒരു ഉറപ്പ് തരികയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് തന്നെ അവിടെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് ഫോൺ വെക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വരുണും രാധികയും കൂടിയിട്ട് ആ ഒരു കേസ് അന്വേഷിക്കുന്ന ACPക്ക് അങ്ങ് വിളിച്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവർ റോഡരികിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ACPനെ. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ 2 പേരും പറയുന്നുണ്ട്, സർ ശ്യാമ മാഡം മരിച്ചിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആണോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അത് എവിടെ നിന്നും കിട്ടിയതല്ല, ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ മൊത്തം പറയാണ്. ഇങ്ങനെ ഒരു മാനസിക ആരോഗ്യം ഹോസ്പിറ്റലിൽ അവരുടെ അടുത്തുള്ളൊരു കുഞ്ഞ് അവിടെ ചികിത്സിക്കുന്ന കാര്യം, അവനെ കാണാൻ പോയതും, അതുപോലെ രാധികനെ അവൻ്റെ അമ്മയെപ്പോലെ ഒരാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലൊരു സ്ത്രീയെ അവൻ അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞതും, അവർ വീണ്ടും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ആ CI അവരോട് പെരുമാറിയ രീതി എല്ലാം ഇവരങ്ങ് പറയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, ഓ മൈ ഗോഡ് നിങ്ങൾ എന്ത് മണ്ടത്തരാ, നിങ്ങൾ കാണിച്ചതൊക്കെ ഒരു എടുത്തുചാട്ടമായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ അല്ലായിരുന്നു ഇൻഫോം
ഇൻഫോം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങിയിരുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് അങ്ങനെ എടുത്തു ചാടി അങ്ങനെ ഒന്ന് ചെയ്തത്? ഒരു വട്ടം തന്നെ ശ്യാമനെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ക്ഷീണം തന്നെയാണിത്. എൻ്റെ ഒരു കരിയറിലെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതെനിക്കൊരു ഭയങ്കര തിരിച്ചടി തന്നെയായിരുന്നു. എൻ്റെയും കൂടി ആവശ്യമായിരുന്നു ശ്യാമനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന്. പക്ഷേ നിങ്ങൾ എന്തിനാണ് അങ്ങനെ എടുത്തു ചാടിയത്? എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നുള്ള കാര്യം ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരും അത് ശരി വെക്കുകയാണ്. ശരിയാണ്, ആ പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ACP പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അവിടെ അങ്ങ് അന്വേഷിക്കുന്നുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ആ ചെറുക്കൻ്റെ പേരെന്താ പറഞ്ഞത്? നീ നിൻ്റെ വീടിനടുത്തുണ്ട് എന്നൊക്കെ എന്നൊക്കെ രാധികനോട് ചോദിക്കുമ്പോൾ അവന് വിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാര്യം ഞങ്ങൾ അവിടെ നിന്ന് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളൊരു ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ അവിടെ നന്നായിട്ട് അന്വേഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരണം രാധികക്കും അത് ഭയങ്കര ഒരു ആശ്വാസമൊക്കെ തോന്നുകയാണ്. വരണം പറയുന്നുണ്ട്, ശരിയാണ്, നമുക്ക് ഇവരെ അറിയിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെറിയൊരു റിഗ്രറ്റൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ എടുത്ത് ചാടണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരികയാണ്. പിന്നെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഈ ശ്യാമയും അമൃതയെടുത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ ഇപ്പോഴും ബോധം ഒരു ഇതിൽ നിന്ന് അങ്ങ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളയുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമ പറയുന്നുണ്ട്, എന്താ എൻ്റെ മോളെ ഞാൻ കണ്ടത്, എനിക്ക് അവളൊന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് അവളൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് അമൃതയെടുത്ത് പറയുന്നുണ്ട്, അവളെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ആ ഒരു നിരാശ പറയുന്ന സമയത്ത് ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം വേണം, നീ കുറച്ച് വെള്ളം എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അമൃതയെടുത്ത് ചുറ്റുമൊക്കെ വെള്ളം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂം മൊത്തം അരിച്ച് പെറുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലും അവിടെ കാണുന്നില്ല. അപ്പോൾ അമൃതയെടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും വെള്ളമില്ല, ഞാൻ എന്തായാലും പുറത്തുനിന്ന് അവരോട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് അവരോട് എടുത്ത് തരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോറിൽ ഇങ്ങനെ മുട്ടുകയാണ്. അതോ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഡോറ് മുട്ടുന്ന സമയത്ത് ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ടില്ല, അത് മെല്ലെ അങ്ങ് നീങ്ങുകയാണ്, ഓപ്പണായി വരുന്നുണ്ട്. അപ്പോഴാണ് അമൃതയെടുത്ത് ശ്രദ്ധിച്ചത് ആ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവർക്കത് ചെറിയൊരു ആശ്വാസം വരികയാണ്. അപ്പോൾ ഈ അമൃതയെടുത്ത് പെട്ടെന്ന് തന്നെ ശ്യാമിനോട് പറയുന്നുണ്ട്, ശ്യാമേ നോക്ക്, അവർ ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നിട്ടാണ് പോയത്, ഇതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു വഴിയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശ്യാമക്ക് ഭയങ്കര ആശ്വാസം വരികയാണ്. അപ്പോൾ ശ്യാമ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ഇങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അങ്ങ് എണീക്കാണ്. അപ്പോൾ ഈ അമൃതയെടുത്ത് പറയുന്നുണ്ട്, ശ്യാമേ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ ഇതിൽ കൂടെ രക്ഷപ്പെടാൻ കഴിയുമില്ലേ എന്നൊക്കെ നോക്കാം, വാ നമുക്ക് ഇവിടുന്ന് ചാടാൻ പറ്റുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പതുക്കെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോറിലൂടെ മെല്ലെ അങ്ങ് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ സെക്യൂരിറ്റിമാരും പേഷ്യൻസും എല്ലാവരും നല്ല ഉറക്കാണ്. അപ്പോൾ ഇവർ പതുങ്ങി അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ആ കണിമംഗലത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉർവശിനെ ഈ സേറയും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും ആറ്റുവാശ്ശേരിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആറ്റുവാശ്ശേരിയിൽ എത്തുന്ന സമയത്ത് ഈ ആറ്റുവാശ്ശേരിയിൽ നിന്ന് അവർ കാല് പിടിച്ച് എല്ലാവരോടും മാപ്പൊക്കെ പറയുകയാണ്, എങ്ങനെയെങ്കിലും ഈ രാധികനെ അങ്ങോട്ട് ധരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ അമ്മനോട് അഥവാ നമ്മുടെ ജയഭാരതി മുത്തശ്ശിനോട് ഈ ഉർവശി കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്ന സമയത്ത് ഈ ജയഭാരതി മുത്തശ്ശി കാല് പിടിക്കുന്ന സമയത്ത് കുറച്ച് പിറകിലൊക്കെ നിൽക്കുകയാണ്, അഥവാ ആ മാപ്പ് കൊടുത്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ഉർവശി ഈ രാധികനൊന്നും കിട്ടാൻ തിരിച്ചു പോകുന്ന സമയത്ത് വന്നിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ഈ സാറിനോട് പറയുന്ന സമയത്ത് സാറ് പറയുന്നുണ്ട്, നാളെ ഇവിടെ പൂജ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ എത്തിയിരിക്കണം എന്നുള്ള കാര്യം അങ്ങ് പറയണേ. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൽപ്പിക്കുന്നവർ തന്നെ പോയി അങ്ങ് കൊണ്ടുപോകാം എന്നൊക്കെ അങ്ങനെ പറയാണ്. ആ സമയത്ത് സാറ് ഇവളുടെ മുഖത്തിട്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഭയങ്കര ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുക, ശ്യാമക്ക് ഇപ്രാവശ്യം രക്ഷപ്പെടാൻ കഴിയുമില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപാട് കാലമായിട്ട് ശ്യാമ രക്ഷപ്പെടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവസാനത്തെ ഈ ഒരു ചാൻസ് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതുവരെയുള്ള ഒരു സാഹചര്യം വെച്ചിട്ട്. എന്നാലും ചെറിയൊരു പ്രതീക്ഷയിൽ അവരങ്ങ് രക്ഷപ്പെടുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.